ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനും മോളും കൂടിയിട്ട് അന്നദാനം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് ചോറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മോന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും മോളും അവിടെ നിന്ന് കഴിച്ചല്ലോ. അപ്പോൾ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മോനും ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറുതായിട്ട് കുറച്ച് കറികളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ചോറുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് മോൻ കഴിച്ചതിന് ശേഷം ബാലൻസ് ചോറിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോറാണ് മോക്കൊന്ന് കൊണ്ടുപോകാനായിട്ട് രാവിലെ തിളപ്പിക്കാനായിട്ട് എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, 5:30 മണി ആയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലൊക്കെ ഒരു വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ എണീച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ കല്ല് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമ്പാറയുടെ കല്ല് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നൊക്കെ. അപ്പോൾ കരിമ്പാറയുടെ കല്ല് നമ്മൾ കടയിൽ നമ്മളിതുപോലെ അമ്മിക്കല്ല് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് എടുത്ത് പറയണം കരിമ്പാറയുടെ കല്ലും ഉണ്ട് വെള്ളപ്പാറയുടെ കല്ലും ഉണ്ട്. അവർ എൻ്റെ അടുത്ത് ഞാനിത് വാങ്ങാൻ ചെന്നപ്പോൾ 2-3 തവണ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കരിമ്പാറയുടെ കല്ലില്ല വെള്ളപ്പാറയുടെ കല്ലേ ഉള്ളൂ, എല്ലാവരും ഇപ്പോൾ അത് തന്നെ മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല പിന്നെ കരിമ്പാറയുടെ കല്ല് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 2-3 കടകളിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് വേറൊരു കടയിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു കല്ല് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയണം കരിമ്പാറയുടെ കല്ല് തന്നെ നമുക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തരും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കഴിവിൻ്റെ പരമാവധി വെള്ളക്കല്ല് തന്നെ നമ്മൾ അടിച്ചേൽപ്പിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുവിധം അങ്ങനെ പോവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിനകത്ത് എന്തിനാണ് വെള്ളം ഒഴിച്ച് വെക്കണമെന്ന്. ഉപ്പിൽ വെള്ളം ഒഴിച്ച് വെക്കുന്ന വേറൊന്നുമല്ല, അതിനകത്ത് ചെറിയ മണ്ണുണ്ട്, ചെറുതായിട്ട് മണൽ പോലത്തെ മണ്ണൊക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പാണ് വെച്ച് കൊടുക്കുന്നത്. കല്ലുപ്പും വറ്റൽമുളകും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങയുടെ പകുതി, മാങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഒരു 6-7 ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളി വെച്ച് ചമ്മന്തി അരയ്ക്കുവാണെങ്കിൽ ഒരു 2-3 ചെറിയ ഉള്ളി വെച്ച് കൊടുത്താൽ മതി. മാങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ഒത്തിരി അധികം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ച് വെക്കണം. പിന്നെ ചോറായിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ അന്നദാനത്തിന് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് കറികൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇഞ്ചിക്കറിയുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി മാങ്ങ ചമ്മന്തിയും കൂടെ വെച്ചാണ് മോൾക്ക് കൊടുത്ത് വിടുന്നത്. ഇനിയിപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞതിന് ശേഷം മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് തന്നെ എടുക്കുന്നത്. ഇന്നലെ നമ്മൾ അന്നദാനത്തിന് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് അരിയിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റേഷനരി ഇട്ടാണ് ചോറ് വെച്ചത്. അപ്പോഴത്തേക്ക് അത് നമുക്ക് പിറ്റേന്ന് രാവിലെ തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊന്നിപ്പോൾ രാവിലെ കാപ്പിക്ക് പകരമായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും അത് തന്നെ കഴിക്കുന്നത്. അപ്പോൾ അതിനും കൂടിയിട്ടാണ് ചമ്മന്തി ഇത്തിരി അധികം വെച്ച് അരച്ചത് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പേര് പറയാമോ. പേര് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ബാക്കി ഞാൻ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കെന്നല്ല, അത് വായിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് മതത്തിൽപ്പെട്ട ആളാണ്, നമ്മളിപ്പോൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മളെല്ലാവരുമായിട്ട് സഹകരിക്കുന്നത്. എന്നെ ഇപ്പോൾ ജാതി മതം നോക്കിയിട്ടാണ് എൻ്റെ ഈ ചാനലിൽ എന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പം നമുക്ക് വയ്യാതായി ഒന്ന് ഹോസ്പിറ്റലിലാവേ, നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുമോ എടുക്കുമോ എന്തെങ്കിലും ചെയ്ത് നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ല ഒരു ഡോക്ടർമാർ നമ്മളെ നോക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ബ്ലഡ് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് തരുമ്പോഴത്തേക്ക് അവർ ജാതി മതം നോക്കിയിട്ടാണ് നമുക്ക് ബ്ലഡ് തരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് വശങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരു തവണയല്ല, ഇതിന് മുന്നേ എന്നെ ഒരു ഇത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ഇത്ത വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിമാണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ എനിക്കെന്നല്ല, അതിപ്പോൾ വേറൊരു ചാനലിൽ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ ജാതി മതം നോക്കിയിട്ടൊന്ന് ഒരാളിൻ്റെ ചാനലിൽ കയറി സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ഇത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അത് വിഷമാവും. അപ്പോൾ അത് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് തന്നെ കാണണം. അപ്പോൾ ഏത് സാഹചര്യത്തിലാണോ പലരും ജീവിച്ച് പോകുന്നത്, അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് എല്ലാമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരച്ച് തീർന്നു. അപ്പോൾ ഈ ചമ്മന്തി അരച്ചിട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു മട്ടി പോലത്തെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് കഴുകിയിട്ട് അത് ഞാൻ മറ്റേ ചോറ് ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ട് ഞാനിത് മാറ്റുന്നുണ്ട്, അത് കളയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ ചമ്മന്തിയുടെ അംശങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ചിട്ട് മോൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കല്ല് കഴുകി വൃത്തിയാക്കി ഇടണം. കൂടെ തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഉറുമ്പ് കയറി ഈച്ചയൊക്കെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കൂടെ തന്നെ വൃത്തിയായിട്ട് കഴുകി ഇടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് വിചാരിച്ചും കൊണ്ട് നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കരുത്. ഞാൻ എൻ്റെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സഹകരിച്ച് പോണത്. അപ്പോൾ എൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ ജാതി മതം നോക്കിയിട്ടല്ല എല്ലാവരും സഹകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എനിക്ക് എല്ലാ ജാതിക്കാരും വേണം, ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കും. അപ്പോൾ അതെൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ മോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 6:40 ആവാറായിട്ടുണ്ട്. 7 മണിയാകുമ്പോഴാണ് മോൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളത്. അപ്പോൾ 7 മണി കഴിയുമ്പോഴത്തേക്കും ഒരു ബസ് വരും. അപ്പോൾ അതിലാണ് പോകുന്നത്. അപ്പോൾ ചോറ് റെഡിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി പിന്നെ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചമ്മന്തി അരച്ച സമയത്ത് തന്നെ അവൾക്കുള്ള ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾ പഠിക്കുന്ന കോളേജിൽ ക്രിസ്ത്യൻ കോളേജിലാണ് മോൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ ജാതിയിൽപ്പെട്ട കുട്ടികളും ഉണ്ട്. അപ്പോൾ 2-3 ദിവസം ചോറ് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന സമയത്ത് അവരൊക്കെ തന്നെ ചോറ് കൊടുക്കുകയും അവർ ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കുന്നത്. പിന്നെ ഫുഡ് ലൈസൻസ് കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ത്രാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ഓരോ സാധനങ്ങൾ എനിക്ക് മേടിക്കണം. അപ്പോൾ ഈ മാസം എനിക്കിതുപോലെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് യൂട്യൂബ് വരുമാനം വന്നിട്ടില്ല. അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും സ്വയം തൊഴിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിലൊന്ന് പോകാനായിട്ടുണ്ട്. ചെക്കപ്പിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഒരു 3 ആഴ്ച അടുപ്പിച്ച് ചേർത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ പോകാനായിട്ട് കിടക്കുന്നു. അപ്പോൾ അത് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ച് പോണ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ട് അതിനുള്ള മറുപടി വേറെ ആരോ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിയും പയറും പിന്നെ അമ്മിക്കല്ലും അരകല്ലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ വല്ല പണിക്ക് പോക്കൂടെ, എനിക്കിത് തന്നെ ജോലി എന്നൊക്കെ ചോദിച്ചും കൊണ്ട് എനിക്കിത് തന്നെ ജോലി. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതൊരു ജോലിയായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ മോൾ പഠിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5-5:30 മണി മുതൽ 7 മണി വരെയുള്ളൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.